വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയർ അടയാളം ആവശ്യപ്പെടുന്നു. ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. മനസ്സിന്റെ തുറവി വിശ്വാസത്തിന് നിദാനം. പരസ്പരമുള്ള വേവുലത്തിൽ ധ്രുവങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ഫരീസയരിൽ ഒരു വിഭാഗം യേശുവിന്റെ അടുത്ത് വന്ന വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തർക്കം തുടരുന്ന ഒരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. അവരുടെ നിലപാടനുസരിച്ച് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ആധാരം അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. യേശുവിൽ അവർ വിശ്വസിക്കണമെന്ന് വരികിലെ അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടെങ്കിലേ അവർ വിശ്വസിക്കൂ. യേശുവിന്റെ നിലപാട് വിഭിന്നമാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വാസത്തിന് ചില അവസരങ്ങളിൽ സൂചകമാകാം എന്ന് വരികിലും വിശ്വാസത്തിന്റെ ആധാരം അടയാളങ്ങളും അത്ഭുതങ്ങളുമായിട്ട് ഗണിക്കപ്പെടരുത്. അതിനേക്കാൾ ആഴത്തിലുള്ള ആധാരമായിട്ട് കാണേണ്ടത് തുറവിയുള്ള മനസ്സ്. സത്യത്തിനോട് തുറവിയുള്ളൊരു മനസ്സാണ് വിശ്വാസത്തിന്റെ ആധാരമായിട്ട് യേശു നിർദ്ദേശിക്കുന്നത്. ആ മനസ്സിലാണ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങള് സജീവമാകാൻ സാധിക്കുകയുള്ളൂ. തുറവിയില്ലാത്ത മനസ്സ് ഇടുങ്ങിയതും നിക്ഷിപ്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻവിധികളാൽ അടയപ്പെട്ടതുമായിട്ടുള്ളൊരു മനസ്സായിരിക്കും അത്. അങ്ങനെയുള്ളൊരു മനസ്സിൽ ദൈവത്തിന് പോലും പ്രവർത്തനം സാധ്യമല്ലാത്ത സ്ഥിതി വരും. ഉറങ്ങുന്നവനെ ഉണർത്താൻ നമുക്ക് സാധിക്കും, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഈ മനസ്സിലെ സത്യം ആയിരിക്കുന്ന രീതിയിൽ അഭിമുഖീകരിക്കുമ്പോഴും യഥാർത്ഥത്തിലുള്ള മനസ്സിലെ മുൻവിധികളാൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ സത്യത്തെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഫരീസയരിൽ കണ്ടതുകൊണ്ടാണ് യേശു പലപ്പോഴും വളരെയധികം നീരസത്തോടു കൂടി അവരോട് സംസാരിക്കാൻ ഇടവരുന്നത്. ഇവിടെയും അവരുടെ ആവശ്യങ്ങള് പരിഗണിക്കാതെ യേശു ഒരു വിധത്തിൽ പറഞ്ഞാൽ ഖിന്നനായി, ദുഃഖിതനായി, നെടുവേർപ്പെട്ടുകൊണ്ട് ഈ തലമുറയ്ക്ക് ഇനി കൂടുതൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വസിക്കാൻ വേണ്ടി നൽകപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ സ്ഥലം വിടുകയാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ തുറവിയുള്ള മനസ്സാണ് വിശ്വാസത്തിന്റെ ആധാരമായിട്ട് നിൽക്കേണ്ടത്. അതിൽ സത്യത്തെ അംഗീകരിക്കാനും അസത്യത്തെ മനസ്സിലാക്കാനും സാധ്യത കൂടുതലാണ്. യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മുൻവിധികളാൽ നമ്മുടെ മനസ്സ് ഇടുക്കം വന്നതും അടഞ്ഞതുമാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള സത്യമാണ്.